ഹലോ SLC കെമിസ്ട്രിയിലെ 6ാമത്തെ ചാപ്റ്റർ മെറ്റൽസ് അഥവാ ലോഹങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഈ എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ അഥവാ ഇരുമ്പിൻ്റെ നിർമ്മാണം. അപ്പോൾ എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ അഥവാ ഇരുമ്പിൻ്റെ നിർമ്മാണം എന്ന് പറയുന്ന ഒരു ഭാഗവുമായിട്ടാണ് യൂണിറ്റ് ലേണിങ്ങിൻ്റെ ഈ പുതിയ ഒരു വീഡിയോ. ഓക്കെ, നേരെ ക്ലാസ്സിലേക്ക് പോകാം. നോക്കുക, എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ 6ാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എക്സ്ട്രാക്ഷൻ ഓഫ് അയൺ അഥവാ ഇരുമ്പിൻ്റെ നിർമ്മാണം. 4 ലോഹങ്ങളുടെ നിർമ്മാണമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഒന്ന് ഇരുമ്പിൻ്റെ നിർമ്മാണം, അതുപോലെ തന്നെ സിങ്ക്, കോപ്പർ, അലുമിനിയം, ഈ 3 ലോഹങ്ങളുടെ നിർമ്മാണമുണ്ട്. സോ ആദ്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇരുമ്പിൻ്റെ നിർമ്മാണത്തിലേക്കാണ് പോകുന്നത്. ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യം തന്നെ നമ്മൾ അറിയേണ്ട 2 കാര്യങ്ങൾ, ഇരുമ്പിനെ കുറിച്ച് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. നമുക്കറിയാം, എർത്ത് ക്രസ്റ്റിൽ ഏകദേശം 5% ഇരുമ്പ് കാണപ്പെടുന്നത്. സോ എർത്ത് ക്രസ്റ്റിൽ 5% ഇരുമ്പ് കാണപ്പെടുന്നത്. രണ്ടാമത് നമുക്കറിയേണ്ടത് സെക്കൻഡ് മോസ്റ്റ് അബണ്ടൻറ്റ് മെറ്റലാണ് എർത്ത് ക്രസ്റ്റിൽ ആരെന്ന് പറയുന്നത്, ഇരുമ്പെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം എന്ന് പറയുന്നത് അത് അലൂമിനിയമാണ്. എന്നാൽ 2ാം സ്ഥാനമാണ് ആർക്കുള്ളത്, ഇരുമ്പിനുള്ളത്. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇരുമ്പിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇരുമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഓറ് അഥവാ അയിരുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇരുമ്പിൻ്റെ അയിരുകൾ എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ആളുകളാണ്. ഒന്ന് ഹേമറ്റൈറ്റ്, അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റ്. ഓക്കെ, ഇരുമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അയിരുകളാണ്, ഒന്ന് ഹേമറ്റൈറ്റ്, അതുപോലെ തന്നെ ഒന്ന് മാഗ്നറ്റൈറ്റ്. ഓക്കെ, ഹേമറ്റൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് എന്തെന്ന് പറയുന്നത്, Fe2O3 എന്നും മാഗ്നറ്റൈറ്റിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് എന്തെന്ന് പറയുന്നത്, Fe3O4 എന്ന് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഹേമറ്റൈറ്റ് അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റ്. ഇതിൽ ഒരു കാര്യം നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടത്, ഇൻഡസ്ട്രിയലി അഥവാ വ്യാവസായികമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇരുമ്പിനെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഓറാണ് അഥവാ അയിരാണ് ഏതെന്ന് പറയുന്നത്, ഹേമറ്റൈറ്റ്. ഇതും കൂടെ ഓർത്ത് വെക്കാം. ഓക്കെ, ഇനി ഭൂവൽക്കത്തിൽ നിന്ന് നമുക്കൊരു അയിരിനെ അല്ലെങ്കിൽ ഒരു ഓറിനെ കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ ആദ്യം ചെയ്യേണ്ട പ്രോസസ്സ് കോൺസെൻട്രേഷൻ അഥവാ സാന്ദ്രണം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ഒരു അയിരിനെ അല്ലെങ്കിൽ ഒരു ഓറിനെ നമ്മൾ ഭൂവൽക്കത്തിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ അതിലൊരുപാട് ഗ്യാങ് അഥവാ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അപദ്രവ്യങ്ങൾ, നമുക്ക് വേണ്ടാത്ത ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഭൂവൽക്കത്തിൽ നിന്ന് കുഴിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടാത്ത ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഗ്യാങ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയാം. ആദ്യത്തെ പണി എന്ന് പറയുന്നത് ആ ഗ്യാങ്ങിനെ അല്ലെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ സാന്ദ്രണം ചെയ്യാന്ന് പറയാം. അപ്പോൾ പ്രധാനമായും ഇരുമ്പിൻ്റെ ഹേമറ്റൈറ്റ് അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഈ അയിരുകളെ ഓറുകളെ കോൺസെൻട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നോക്കാം. ഈ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഓക്സൈഡ് ഓറുകളായതുകൊണ്ട് നമുക്ക് ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുക അഥവാ ലെവിഗേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റൈറ്റിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് കാന്തിക വേർതിരിക്കൽ അഥവാ മാഗ്നറ്റിക് സെപ്പറേഷനിലൂടെ കോൺസെൻട്രേഷൻ അഥവാ സാന്ദ്രണം ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മെത്തേഡാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എയറിൻ്റെ പ്രസൻസിൽ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുക, വായുവിൻ്റെ സാന്നിധ്യത്തിൽ ഒന്ന് ചൂടാക്കിയെടുക്കുന്നതിനാണ് റോസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഭൂവൽക്കത്തിൽ നിന്ന് കിട്ടുന്ന ഹേമറ്റൈറ്റ് അതുപോലെ തന്നെ മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്ന ഈ അയിരിൽ അഥവാ ഓറിൽ അടങ്ങിയിരിക്കുന്ന ഗ്യാങ്ങിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലെവിഗേഷൻ നടത്തുക, ജലപ്രവാഹത്തിൽ കഴുകുന്നുണ്ട്, മാഗ്നറ്റിക് സെപ്പറേഷൻ നടത്തുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് നടത്തുന്നുണ്ട്, റോസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഇത്രയും ഭാഗം ക്ലിയർ ആക്കി വെക്കുക. ഇനിയാണ് ഇരുമ്പിൻ്റെ നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പ്രോസസ്സുകളിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ഇനിയുള്ള ഭാഗങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഇരുമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓറാണ് Fe2O3 അഥവാ ഹേമറ്റൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ഹേമറ്റൈറ്റിനെ നമ്മൾ ഈ പറഞ്ഞ ഈ കോൺസെൻട്രേഷനൊക്കെ നടത്തി അതിലുള്ള ഒരു വിധം ഗ്യാങ്ങിനൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ആ ഗ്യാങ്ങിനൊക്കെ ഒഴിവാക്കി. പക്ഷേ അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാ പ്രോസസ്സിലൂടെ നമ്മൾ ഗ്യാങ്ങിനെ നീക്കം ചെയ്താലും ഇതിൽ നിന്നും നീക്കം ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്യാങ് അതിലുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പേര് പഠിച്ചു വെക്കുക. ഇതിൻ്റെ പേരാണ് SiO2 അഥവാ സിലിക്ക എന്ന് പറയുന്ന ഒരു ഗ്യാങ് അതിലടങ്ങിയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, സിലിക്ക എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്യാങ് ആണ്. സിലിക്ക എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്യാങ് ആണ്. അപ്പോൾ ഹേമറ്റൈറ്റിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്യാങ് ആണ് ഏതെന്ന് പറയുന്നത്, സിലിക്ക എന്ന് പറയുന്നത്.
അപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു ഗ്യാങ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഗ്യാങ്ങിന് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ SiO2 എന്ന് പറയുന്നത്, ഇനി നമുക്ക് 2 പ്രോസസ്സുകളാണ് നടക്കാനുള്ളത്. ശ്രദ്ധിക്കുക, SiO2 എന്ന് പറയുന്ന ഈ ഗ്യാങ്ങിനെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പോൾ ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്താൽ പിന്നെ അവിടെ ആര് മാത്രമാണ് ബാക്കിയുണ്ടാവുക, Fe2O3 മാത്രമാണ് ബാക്കിയുണ്ടാവുക. അപ്പോൾ ഈ Fe2O3 അഥവാ ഹേമറ്റേറ്റിൽ നിന്ന് നമുക്ക് എന്തിനെ വേർതിരിച്ചെടുക്കണം, അയണിനെ വേർതിരിച്ചെടുക്കണം. ഈ 2 പ്രോസസ്സുകളാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നടത്താനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഹാമറ്റേറ്റ് ഉണ്ട്. ആ ഹാമറ്റേറ്റിനെ നമ്മൾ കോൺസെൻട്രേഷൻ അഥവാ സാന്ദ്രണം നടത്തി അതിലുള്ള ഗ്യാങ്ങിനൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. പക്ഷേ അതിൽ നിന്ന് നീക്കം ചെയ്യാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്യാങ് അതിലുണ്ട്. അതാരാണ്, SiO2. അപ്പോൾ ഇനി നമ്മൾ ആ SiO2 എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. എന്നിട്ട് നമ്മളെ ഹാമറ്റേറ്റിൽ നിന്ന് നമ്മൾ എന്തിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം, Fe അഥവാ ഇരുമ്പിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി ശ്രദ്ധിക്കുക, ഈ 2 പ്രോസസ്സുകളും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് എന്ന് ചോദിക്കും. അപ്പോൾ ഇരുമ്പിൻ്റെ നിർമ്മാണം പ്രധാനമായും നടക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന ഒരു ഫർണസിൽ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇരുമ്പിൻ്റെ നിർമ്മാണം പ്രധാനമായും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, ബ്ലാസ്റ്റ് ഫർണസിലാണ്. ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചിട്ടാണ് ഈ SiO2 റിമൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ Fe2O3യിൽ നിന്ന് Fe വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ എന്താണ് ബ്ലാസ്റ്റ് ഫർണസ് നോക്കുക. ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് ചെറിയൊരു സ്റ്റീലിൻ്റെ ഒരു ടവർ. ഓക്കെ, സ്റ്റീലിൻ്റെ ഒരു ടവറാണ്. ഒരു ഫർണസ്, ഒരു അടുപ്പ് പോലെയുള്ള, അത് കത്തിച്ച് ഭയങ്കര ചൂടുണ്ടാവും, ഭയങ്കര ഹീറ്റ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ഇതൊക്കെയാണ് ബ്ലാസ്റ്റ് ഫർണസ്. സ്റ്റീലിൻ്റെ 25 മുതൽ 30 മീറ്റർ വരെ നീളം വരുന്ന സ്റ്റീലിൻ്റെ ഒരു ടവറാണ് ബ്ലാസ്റ്റ് ഫർണസ്. അതാദ്യം മനസ്സിലാക്കാം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടായിരിക്കും. ഏകദേശം 2000ഓളം കെൽവിനൊക്കെ ചൂട് അതിൻ്റെ ഉള്ളിലുണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ചൂടിനെ താങ്ങി നിർത്താനുള്ള ഇഷ്ടികകൾ കൊണ്ടായിരിക്കും ഇതിൻ്റെ ഉൾഭാഗം നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഭയങ്കരമായ ചൂടിനെ താങ്ങി നിർത്താനുള്ള ഇഷ്ടികകൾ കൊണ്ടാണ് ഈ ബ്ലാസ്റ്റ് ഫർണസിനെ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. റിഫ്രാക്ടറി ബ്രിക്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ആ ഇഷ്ടികൾ കൊണ്ടാണ് ബ്ലാസ്റ്റ് ഫർണസിനെ. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് പ്രധാനമായും ഇരുമ്പിൻ്റെ നിർമ്മാണം എന്ത് ചെയ്യുന്നത്, നടക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എന്തൊക്കെയാണ് ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്നത് എന്നുള്ള പ്രോസസ്സാണ് ഇരുമ്പിൻ്റെ നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെയുള്ള ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ബ്ലാസ്റ്റ് ഫർണസിൽ എന്താണ് നടക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നോക്കുക, നമ്മളൊരു ബ്ലാസ്റ്റ് ഫർണസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു ബ്ലാസ്റ്റ് ഫർണസ് ആണെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകൾ എന്നൊന്ന് ജസ്റ്റ് നോക്കുക. ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം നമ്മളെ കയ്യിൽ സാന്ദ്രീകരിച്ച ഒരു അയിര് അഥവാ കോൺസെൻട്രേറ്റഡ് ഓറുണ്ട്. ഏതാണ് ആ കോൺസെൻട്രേറ്റഡ് ഓറ്? ഇവിടെ ഞാൻ പ്രധാനമായിട്ടും എടുക്കുന്നത് ഹേമറ്റേറ്റ് എന്ന് പറയുന്ന ഓറാണ്. പ്രധാനമായിട്ടും ഞാൻ എടുക്കുന്ന ഓറ് ഏതാണ്? ഹേമറ്റേറ്റ് എന്ന് പറയുന്ന ഓറിനെയാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ഹേമറ്റേറ്റിനെ മാത്രം എടുത്താൽ പോരാ, അതിൻ്റെ കൂടെ കാൽഷ്യം കാർബണേറ്റിനെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യണം? കാൽഷ്യം കാർബണേറ്റ്. അതിനെ നമ്മൾ ലൈം സ്റ്റോൺ എന്ന് പറയും. ലൈം സ്റ്റോൺ അല്ലെങ്കിൽ മലയാളത്തിൽ ചുണ്ണാമ്പ് കല്ല് എന്ന് പറയും. ചുണ്ണാമ്പ് കല്ല്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കട്ടോ. കാൽഷ്യം കാർബണേറ്റ് അഥവാ ലൈം സ്റ്റോൺ അഥവാ ചുണ്ണാമ്പ് കല്ലിനെ ആഡ് ചെയ്യാം. അത് മാത്രം പോരാ, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എന്തിനെ ആഡ് ചെയ്യണം? കോക്കിനെ ആഡ് ചെയ്യണം. കോക്ക് എന്ന് പറഞ്ഞാൽ കാർബണാണ്. ഓക്കെ, ബേസിക്കലി കാർബണാണ്. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്തിനാണ്? കോക്കിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു മാർക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ശ്രദ്ധിക്കുക, ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ആഡ് ചെയ്യുന്ന അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ എന്താ പറഞ്ഞത്? Fe2O3 ഹാമറ്റേറ്റ്. രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ലൈം സ്റ്റോൺ, ചുണ്ണാമ്പ് കല്ല്, കെമിക്കൽ ഫോർമുല CaCO3. ഓക്കെ, മൂന്നാമത്തെ എന്താണ് പറഞ്ഞത്? കോക്ക് അഥവാ കാർബൺ. അപ്പോൾ ഈ മൂന്നാളുകളെ നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ഒരുമിച്ച് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഇടുന്ന ഒരു രംഗം. അപ്പോൾ നോക്കിക്കോളി. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ മൂന്നാളെ ഇടുമ്പോൾ ഒരു കാര്യം കൂടി ഇതിൽ അറിഞ്ഞിരിക്കുക. ഈ മൂന്നാളുകളെയും ഒരുമിച്ച് പറയുന്ന ഒരു പേരാണ് ചാർജ് എന്ന് പറയുന്നത്. എന്താണ് പറയുക? ചാർജ് എന്നാണ് പറയുക. അപ്പോൾ എന്താണ് ചാർജ് എന്ന് പറഞ്ഞാൽ? സാന്ദ്രീകരിച്ച അയിരുണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ലൈം സ്റ്റോൺ ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ എന്തുണ്ട്? കോക്കുണ്ട്. ഇത് മൂന്നും കൂടി ചേർന്ന ഒരു മിശ്രിതത്തിനെ ഒരുമിച്ച് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കുക. നോക്കിയോളി, ഫസ്റ്റ് എന്താണ് സംഭവിക്കണം നോക്കുക. ഫസ്റ്റ് ഇതെല്ലാം ഒരുമിച്ച് ഇങ്ങനെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് വരികയാണ്. ഞാൻ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയാം, ശ്രദ്ധിച്ചോളി. ആദ്യം നമ്മളെ ചുണ്ണാമ്പ് കല്ല് ഇങ്ങനെ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ താഴേക്ക് വരുന്നുണ്ടെന്ന് വിചാരിക്കാം.
ഓക്കെ. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണ്. ഓക്കെ, ഏകദേശം 2000 കെൽവിനോളൊക്കെ ചൂട് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചൂട് കാരണം ഈ ചുണ്ണാമ്പ് കല്ല് താഴേക്ക് വരുമ്പോൾ ആ ചുണ്ണാമ്പ് കല്ല് ചൂട് തട്ടിയിട്ട് അത് വിഘടിക്കും, ഡീകമ്പോസിഷൻ നടക്കും. അപ്പോൾ ഈ ചുണ്ണാമ്പ് കല്ല് വിഘടിച്ചിട്ട് എന്തൊക്കെയാണ് ഉണ്ടാവുക? CaO, കാൽഷ്യം ഓക്സൈഡും. ഇവിടെ നോക്കി, കാൽഷ്യം, ഇവിടെ ഒരു കാൽഷ്യം ഉണ്ട്, ആ കാൽഷ്യം ഇവിടെ എഴുതി. പിന്നെ ഇവിടെ ഒരു 3 ഓക്സിജനിലെ ഒരു ഓക്സിജനും, അതാണ് കാൽഷ്യം ഓക്സൈഡ്. അപ്പോൾ ബാക്കിയുള്ളത് ഒരു കാർബണും 2 ഓക്സിജനുമാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. റെഡി. അപ്പോൾ എന്ത് ചെയ്തു? ചുണ്ണാമ്പ് കല്ല് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിൽ അപാര ചൂടാണ്. ആ ചൂട് കാരണം ചുണ്ണാമ്പ് കല്ല് വിഘടിച്ച് ലൈം സ്റ്റോൺ വിഘടിച്ചിട്ട് എന്തായി മാറി? CaO ആയിട്ട് മാറി. ഈ CaO വളരെ പ്രധാനമാണ്. എന്താണെന്ന് നമുക്ക് അടുത്തിൽ നോക്കാം. ഇനി എന്താ സംഭവിക്കുക? ഈ CaO ശ്രദ്ധിച്ചോളിട്ടാ, ഇവിടെ ഉണ്ടായ ഈ CaO, ഓക്കെ, ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ചുണ്ണാമ്പ് കല്ല് മാത്രമല്ല താഴേക്ക് വരുന്നത്, ഹേമറ്റേറ്റ് താഴേക്ക് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, ഈ ഹേമറ്റേറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഹേമറ്റേറ്റിൽ ഒരു ഗ്യാങ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഏതാണ് ആ ഗ്യാങ്? SiO2 എന്ന് പറയുന്ന, സിലിക്ക എന്ന് പറയുന്ന ഒരു ഗ്യാങ് അതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സിലിക്കയെ നമുക്ക് എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അത് ബ്ലാസ്റ്റ് ഫർണസിൽ വെച്ചിട്ടാണ് നടക്കുക. അപ്പോൾ നമ്മളെ ചുണ്ണാമ്പ് കല്ല് വിഘടിച്ച് ഇവിടെ CaO ഉണ്ടായിട്ടുണ്ട്. ആ CaO ഇനി ഹേമറ്റേറ്റ് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരുമ്പോൾ ഹേമറ്റേറ്റുമായിട്ട് ഈ CaO പ്രവർത്തിക്കൂല. പക്ഷേ ഈ SiO2മായിട്ട് ആര് റിയാക്ട് ചെയ്യും? ഈ CaO റിയാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഉണ്ടായ കാൽഷ്യം ഓക്സൈഡ് ഈ SiO2മായിട്ട് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ SiO2മായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ ഉണ്ടാകുക? അത് വളരെ ഈസി ആയിട്ട് എഴുതാം. നോക്കിയോളി, കാൽഷ്യം ആദ്യം എഴുതുക Ca. ഓക്കെ, പിന്നെ നമ്മൾ സിലിക്ക എഴുതുക CaSi. ഓക്കെ, പിന്നെ ഈ ഓക്സിജനും ഇവിടെ 2 ഓക്സിജനും, ടോട്ടൽ 3 ഓക്സിജൻ, CaSiO3. ഓക്കെ, ഇതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എഴുതി വെക്കുക. ഇതിൻ്റെ പേര് കാൽഷ്യം സിലിക്കേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. എന്താണ് പേര്? കാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി നോക്കി. ഇവിടെ SiO2 എന്ന് പറയുന്നത് ബ്ലാസ്റ്റ് ഫർണസിനുള്ളിലെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു? ഇത് ബ്ലാസ്റ്റ് ഫർണസിനുള്ളിലെ ഗ്യാങ്ങാണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്യാങ്ങിനെ നീക്കം ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഉപയോഗിച്ച ആളാരാണ്? CaO. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫ്ലെക്സ് എന്ന് പറയുന്നത്. എന്താ വിളിക്കുക? ഫ്ലെക്സ്. അപ്പോൾ ഇവിടെ ഈ ഫ്ലെക്സും ഗ്യാങ്ങും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുണ്ട്. സോ ആ പ്രൊഡക്റ്റിന് നമ്മൾ പറയുന്ന പേരാണെന്ത്? സ്ലാഗ്. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിലുള്ള 3 ആളുകളെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഗ്യാങ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റി, അപദ്രവ്യം, നമുക്ക് വേണ്ടാത്ത ആൾ, നമ്മൾ ഒഴിവാക്കാൻ പോകുന്ന ആൾ, അതാണ് ഗ്യാങ്. ഈ ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ നമ്മൾ ഏത് സബ്സ്റ്റൻസ് ആണ് ഉപയോഗിച്ചത്? ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഏത് പദാർത്ഥമാണ്? ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഏത് പദാർത്ഥമാണ് ഉപയോഗിച്ചത്? ഫ്ലെക്സ് അഥവാ CaO ആണ് ഉപയോഗിച്ചത്. അതിനെയാണ് നമ്മൾ ഫ്ലെക്സ് എന്ന് പറയുക. ഇനി ഫ്ലെക്സും ഗ്യാങ്ങും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിൻ്റെ പേരായിരിക്കും എന്ത്? സ്ലാഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്ലാഗിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കുക. ഈ സ്ലാഗ് ഒരു മോൾട്ടൻ സ്റ്റേറ്റിലായിരിക്കും. എന്താ മോൾട്ടൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ഉരുകിയ അവസ്ഥയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ഉള്ളിൽ ഇതൊരു ഉരുകിയ അവസ്ഥയിൽ ഉണ്ടായാൽ അത് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ നേരെ താഴേക്ക് വരുന്നു. ഈ സ്ലാഗ് നേരെ നോക്കി സ്ലാഗ് നേരെ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ താഴേക്ക് പോകും. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ താഴെ മുഴുവൻ സ്ലാഗ് ഉണ്ടാവും. അപ്പോൾ ആ സ്ലാഗിനെ നമ്മൾ നേരെ ഇങ്ങനെ ഇവിടുന്ന് എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. അപ്പോൾ ഈ സ്ലാഗിനെ റിമൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആരെയാണ് റിമൂവ് ചെയ്യുന്നത്? SiO2 എന്ന് പറയുന്ന ഗ്യാങ്ങിനെയാണ് റിമൂവ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റ് ഫർണസിൽ ആദ്യം നടക്കേണ്ടത് നമ്മളെ സിലിക്ക എന്ത് ചെയ്യലാണ്? റിമൂവ് ചെയ്യലാണ്. ആ പ്രോസസ്സ് ഇവിടെ തീരുകയാണ്. റെഡി. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ 3 ആളുകളാണ്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ചോദ്യം ചോദിക്കും. എന്താണ് ബ്ലാസ്റ്റ് ഫർണസിലെ ഫ്ലെക്സ് ഏതാണ്? CaO. ഗ്യാങ് ഏതാണ്? SiO2. സ്ലാഗ് ഏതാണ്? CaSiO3. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാസ്റ്റ് ഫർണസിൽ സ്ലാഗ് രൂപീകരണത്തിൻ്റെ സമവാക്യം എഴുതുക എന്ന് പറയും. അപ്പോൾ എഴുതണം CaO + SiO2 gives CaSiO3 എന്ന് എഴുതണം. റെഡി. ഇനി ഒരു തവണ ചോദിച്ചൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചോളി. ബ്ലാസ്റ്റ് ഫർണസിൽ CaOയുടെ ധർമ്മം എന്ത്? ഫംഗ്ഷൻ എന്താണ്? എന്താ ഫംഗ്ഷൻ?
CaO എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നു ഗ്യാങ് ആയിട്ടുള്ള SiO2നെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, നീക്കം ചെയ്യാൻ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് CaOയുടെ ധർമ്മം എന്ന് പറയുന്നത്. റെഡി. ഇനി അടുത്ത രണ്ടാമത്തെ പ്രോസസ്സ് നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആദ്യം നമ്മൾ ഹാമറ്റേറ്റ് എടുത്തു. ആ ഹാമറ്റേറ്റിൽ സിലിക്ക എന്ന് പറയുന്ന ഗ്യാങ് ഉണ്ടായിരുന്നു. ആ ഗ്യാങ്ങിനെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ആ പ്രോസസ്സ് ഇവിടെ ഇത്രയായപ്പോൾ തീർന്നു. റെഡി. ഇനി നമുക്ക് ഈ ഹാമറ്റേറ്റ് ഉണ്ടല്ലോ, ആ ഹാമറ്റേറ്റിൽ നിന്ന് എന്തിനെ മാത്രം കിട്ടണം? ഇരുമ്പിനെ മാത്രം കിട്ടണം. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളി. അപ്പോൾ ഇരുമ്പ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ള പ്രോസസ്സാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. ഇപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നമ്മൾ 3 ആളുകളെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് 3 ആളുകൾ? ഒന്ന് നോക്കി. ഒന്ന് Fe2O3. ഓക്കെ, ആ Fe2O3ൻ്റെ പ്രത്യേകത അതിൽ SiO2 ഉണ്ടായിരുന്നു. ആ SiO2നെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി Fe2O3 മാത്രമാണ് ബാക്കിയുള്ളത്. ഓക്കെ, ഇനി CaCO3 കാൽഷ്യം കാർബണേറ്റ് ആണ്. അതാണ് ഇവിടെ CaO ആയിട്ട് മാറിയത്. അത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി കോക്കാണ് ആഡ് ചെയ്തത്. ആ കോക്കിന് എന്താ സംഭവിക്കുക എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. ശ്രദ്ധിച്ചോളി. ബ്ലാസ്റ്റ് ഫർണസിനുള്ളിലേക്ക് കോക്ക് വന്നാൽ ബ്ലാസ്റ്റ് ഫർണസിനുള്ളിലെ ഓക്സിജനുമായിട്ട് ആര് റിയാക്ട് ചെയ്യും? കോക്ക് റിയാക്ട് ചെയ്യും. ബ്ലാസ്റ്റ് ഫർണസിനുള്ളിൽ ഭയങ്കര എയറിൻ്റെ പ്രവാഹം, വായുവിൻ്റെ പ്രവാഹം ഉണ്ടാവും. സോ അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും? കാർബൺ ഡൈ ഓക്സൈഡായിട്ട് മാറും. അതിൻ്റെ കൂടെ കുറച്ച് ഹീറ്റും ഉണ്ടാവും. അതുകൊണ്ട് അതൊരു എക്സോതെർമിക് റിയാക്ഷനാണ്, താപമോചക പ്രവർത്തനമാണെന്ന് പറയാം. അങ്ങനെ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ്, ശ്രദ്ധിക്കണം, അങ്ങനെ ഉണ്ടായ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കോക്കുമായിട്ട് പ്രവർത്തിക്കും. എന്നിട്ട് എന്തുണ്ടാവും? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഈ റിയാക്ഷനിൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആ റിയാക്ഷനെ നമ്മൾ എൻഡോതെർമിക് അഥവാ താപ ആകിരണ പ്രവർത്തനം എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? കാർബൺ മോണോക്സൈഡ് കിട്ടി. ഇതാണ് നമുക്ക് വേണ്ട രണ്ടാമത്തെ ആൾ, കാർബൺ മോണോക്സൈഡ്. ഇവിടെ നമ്മൾ ഫ്ലെക്സ് ഉണ്ടായ പോലെ തന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആളാണ് ആര്? കാർബൺ മോണോക്സൈഡ്. എന്താണ് കാർബൺ മോണോക്സൈഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം കാർബൺ മോണോക്സൈഡ് ആണ് ഇവിടെ എന്തായി പ്രവർത്തിക്കുന്നത്? റെഡ്യൂസിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കുന്നത്, അഥവാ നിരോക്സീകാരിയായിട്ട് പ്രവർത്തിക്കുന്നത്. ആര് എന്ന് ചോദിച്ചാൽ എഴുതണം കാർബൺ മോണോക്സൈഡ്. ഇരുമ്പിൻ്റെ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ഫർണസിൽ നിരോക്സീകാരിയായിട്ട് റെഡ്യൂസിങ് ഏജൻ്റായിട്ട് ഉപയോഗിക്കുന്നത് ആരെ എന്ന് ചോദിച്ചാൽ പറയണം അതാരെയാണ്? കാർബൺ മോണോക്സൈഡിനെ. ഓക്കെ, അപ്പോൾ ഇനി കാർബൺ മോണോക്സൈഡ് എന്താ ചെയ്യുക? പറഞ്ഞോളി. കാർബൺ മോണോക്സൈഡ് ഈ ഹാമറ്റേറ്റിനെ ശ്രദ്ധിക്കണ്ട. ഇവിടെ ഈ ഹാമറ്റേറ്റിന് പ്രത്യേകത ഉണ്ട്. ഹാമറ്റേറ്റിൽ എന്തുണ്ടായിരുന്നു? സിലിക്ക. ആ സിലിക്ക ഇവിടെ ഒഴിവാക്കി. ഇനി ആര് മാത്രമേ ഉള്ളൂ? ഹാമറ്റേറ്റ് മാത്രമേ ഉള്ളൂ. സോ ആ ഹാമറ്റേറ്റ് താഴേക്ക് ഇങ്ങനെ വരും. നോക്കിയോളി. ആ ഹാമറ്റേറ്റ് താഴേക്ക് വരിക. നോക്കി, Fe2O3 താഴേക്ക് വരികയാണ്. റെഡി. ഇവിടെ ആരുണ്ടായിട്ടുണ്ട്? കാർബൺ മോണോക്സൈഡ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡുമായിട്ട് ഈ Fe2O3 എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടുന്നു? ഇരുമ്പ് കിട്ടുന്നു. എങ്ങനെ? എത്ര ഇരുമ്പുണ്ട് ഇവിടെ? Fe2 ആണ്. അപ്പോൾ നമുക്ക് 2Fe കിട്ടുന്നു. എന്ത് കിട്ടുന്നു? 2Fe പ്ലസ് അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. എന്തുണ്ടാവുന്നു? കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ 3 ഉണ്ടാവും. ഇതാണ് അടുത്തതായിട്ട് ഇതിൽ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇക്വേഷൻ. ഒന്ന് ഇതാണ്. ഇതെന്താ ചോദിക്കുക? സ്ലാഗ് ഫോർമേഷൻ്റെ ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇതേതെഴുതണം. ഓക്കെ, ഹാമറ്റേറ്റിനെ റിഡക്ഷൻ നടത്തി, കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തിയിട്ട് ഇരുമ്പ് ഉണ്ടാകുന്നതിൻ്റെ റിയാക്ഷൻ ചോദിച്ചാൽ എന്ത് എഴുതണം? പറയും. ഈ ഇക്വേഷൻ എഴുതണം. ഈ ഇക്വേഷൻ എഴുതണം. ഈ 2 ഇക്വേഷന് പ്രധാനമാണ്. നോക്കാം. ഇനി നോക്കി, ഇവിടെ നമുക്ക് ഇരുമ്പുണ്ടായി. ഈ ഇരുമ്പുണ്ടായതും എങ്ങനെയായിരിക്കും? ഉരുകിയ അവസ്ഥയിലായിരിക്കും, മോൾട്ടൺ കണ്ടീഷനിലായിരിക്കും. ഇവിടെ നമുക്ക് സ്ലാഗ് ഉണ്ടായി. അതും എങ്ങനെയാണ്? മോൾട്ടൺ കണ്ടീഷനിലാണ്. പക്ഷേ ബ്ലാസ്റ്റ് ഫർണസിനുള്ളിലെ നമ്മളെ ബ്ലാസ്റ്റ് ഫർണസിലുള്ള മെയിൻ പ്രൊഡക്റ്റ് ആരാ? അത് ഇരുമ്പാണ്. അതിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ് ആര്? സ്ലാഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഉരുകിയ അവസ്ഥയിലായതുകൊണ്ട് ഇത് രണ്ടും നേരെ താഴേക്കാണ് വരിക. സ്ലാഗ് താഴേക്ക് വരും. ആരും താഴേക്ക് വരും? ഇരുമ്പ് താഴേക്ക് വരും. ഒന്ന് ശ്രദ്ധിച്ചോളി. സ്ലാഗും താഴേക്ക് വരും. നോക്കി, സ്ലാഗ് താഴേക്ക് വരുക. ഇതാണ് സ്ലാഗ്. ഈ സ്ലാഗ് ഇങ്ങനെ താഴേക്ക് വരികയാണ്. സ്ലാഗ് താഴെ വന്നു. അതേപോലെ ഇവിടെ ഉണ്ടായ ഇരുമ്പ്, ഈ ഇരുമ്പ് എന്ത് ചെയ്യുന്നു? താഴേക്ക് വരുന്നു. രണ്ടാളും ഉരുകി താഴേക്ക് വന്നാൽ ആ രണ്ടാളും തമ്മിൽ അത് മിക്സ് ആവില്ല. അതും നോക്കി വെക്കണം. ശ്രദ്ധിച്ചോളി. 2 ലെയറായിട്ട് നമുക്കിവിടെ കിട്ടും. എത്ര ലെയറായിട്ട് കിട്ടും? 2 ലെയറായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ 2 ലെയറായിട്ട് കിട്ടുമ്പോൾ അതിൽ മുകളിൽ ആരാണ്, താഴെ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. നോക്കി, താഴെ ആയിരിക്കും ആരുണ്ടാവുക? ഇരുമ്പുണ്ടാവുക. ഇരുമ്പിൻ്റെ മുകളിൽ ഈ സ്ലാഗ് എന്ത് ചെയ്യുന്നു? പൊങ്ങിക്കിടക്കുന്നു. ഇരുമ്പ് താഴെ ഉണ്ടാവും. അതായത് ഇരുമ്പും സ്ലാഗും രണ്ടും ഉരുകിയതാണ്. അപ്പോൾ രണ്ടും താഴേക്ക് പോകും. പക്ഷേ നമ്മൾ വെള്ളവും മണ്ണെണ്ണൊക്കെ മിക്സ് ആവില്ലല്ലോ. അതിങ്ങനെ മിക്സ് ആവാതെ കിടക്കുന്ന പോലെ ഇരുമ്പിൻ്റെ മുകളിൽ ആര് പൊങ്ങി
പൊങ്ങിക്കിടക്കും, സ്ലാഗ് പൊങ്ങിക്കിടക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. സ്ലാഗിന് ഇരുമ്പിനേക്കാൾ ഡെൻസിറ്റി, സാന്ദ്രത കുറവായതുകൊണ്ടാണെന്നും പറയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇത് താഴേക്ക് വന്നു, ഇതും താഴേക്ക് വന്നു, അങ്ങനെ അത് രണ്ടും മിക്സ് ആവാതെ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് അതിനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വേർതിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഇരുമ്പ് കിട്ടുന്നു. അതേപോലെ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമുക്ക് എന്തും കിട്ടുന്നു? ഇരുമ്പാണ് നമ്മുടെ മെയിൻ പ്രൊഡക്റ്റ്. പക്ഷെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? സ്ലാഗ് കിട്ടുന്നുണ്ട്. ഈ കിട്ടുന്ന സ്ലാഗിനെ നമ്മൾ എന്ത് ചെയ്യണ്ട? പെട്ടെന്ന് ഒഴിവാക്കൊന്നും വേണ്ട. ഈ സ്ലാഗിനും ഉപയോഗങ്ങളുണ്ട്, പഠിച്ചു വെച്ചോളി. സ്ലാഗ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്തിനൊക്കെയാണ് ഈ സ്ലാഗ് ഉപയോഗിക്കാൻ ചോദിച്ചാൽ ഇതാ നോക്കി, റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സിമെൻറ്റ് നിർമ്മാണത്തിനും സ്ലാഗ് ഉപയോഗിക്കാറുണ്ട്. എന്തിനൊക്കെയാണ്? റോഡ് നിർമ്മാണത്തിന് സ്ലാഗ് ഉപയോഗിക്കാറുണ്ട്. നോക്കി, റോഡ് നിർമ്മാണത്തിന് സ്ലാഗ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ സിമെൻറ്റ് നിർമ്മാണത്തിനും എന്തിനു ഉപയോഗിക്കാറുണ്ട്? സ്ലാഗിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇരുമ്പിൻ്റെ നിർമ്മാണം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയേണ്ടത്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ വായിച്ചിട്ട് വെറുതെ ഇങ്ങനെ പഠിക്കേണ്ട ഒരു സാധനമല്ല, കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇത് പഠിക്കാൻ. ഒന്നുകൂടി പറയുകയാണ്, ശ്രദ്ധിച്ചോളി. പ്രധാനമായിട്ടും നമ്മളെ ടോപ്പിക്ക് വരുന്നത് ഇവിടെ നിന്നാണ്. ശ്രദ്ധിക്കുക, പ്രധാനമായിട്ടും ഹേമറ്റൈറ്റിലെ പ്രധാനപ്പെട്ട ഒരു ഗ്യാങ് ആണ് ആര്? സിലിക്ക. ഇതിനെ നീക്കം ചെയ്തിട്ട് ഹേമറ്റൈറ്റിൽ നിന്ന് എന്തിനെ കിട്ടണം? അയണിനെ കിട്ടണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ്. റെഡി? അത് എവിടെ വെച്ചിട്ടാണ് നടക്കുക? ബ്ലാസ്റ്റ് ഫർണസിൽ. അതിനുവേണ്ടി നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ആരൊക്കെ ഇടണം? നമ്മളെ കയ്യിലുള്ള ഹേമറ്റൈറ്റിനെ, പിന്നെ അതിൻ്റെ കൂടെ ആരിടണം? ചുണ്ണാമ്പ് കല്ലിനെ, പിന്നെ അതിൻ്റെ കൂടെ ആരിടണം? കോക്കിനിടണം. സോ അതിനെ ഒരുമിച്ച് പറയുന്ന പേരാണെന്ത്? ചാർജ്. ആദ്യം ചുണ്ണാമ്പ് കല്ല് വിഘടിച്ചിട്ട് അതെന്തായി മാറും? കാൽഷ്യം ഓക്സൈഡായിട്ട് മാറും. ഈ കാൽഷ്യം ഓക്സൈഡ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? സിലിക്കയുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്തുണ്ടാവും? കാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഗ്യാങ്ങിനെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ നമ്മളെ സഹായിച്ച ആൾ കാൽഷ്യം ഓക്സൈഡ് ആയതുകൊണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫ്ലെക്സ് എന്ന് പറയുക. ഗ്യാങ്ങും ഫ്ലെക്സും കൂടി ചേർന്നുണ്ടായ ആളാണ് ആര്? സ്ലാഗ്. അത് നമ്മൾ സാധാരണ റോഡ് നിർമ്മാണത്തിനും സിമെൻറ്റ് നിർമ്മാണത്തിനും ഉപയോഗിക്കാറുണ്ട്. ഈ കോക്ക് താഴേക്ക് ഇങ്ങനെ വന്നാൽ ആദ്യം അത് കാർബൺ ഡൈ ഓക്സൈഡും പിന്നെ അത് കാർബൺ മോണോക്സൈഡുമായിട്ട് മാറും. സോ അതാണ് നമ്മളെ ഇരുമ്പിൻ്റെ നിർമ്മാണത്തിലെ എന്തെന്ന് പറയുന്നത്? നിരോക്സീകാരി അഥവാ റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ നിരോക്സീകാരി ആയിട്ടുള്ള ഈ കാർബൺ മോണോക്സൈഡ് ഇവിടെ ഈ സിലിക്ക ഇവിടെ റിയാക്ട് ചെയ്തു. പിന്നെ ഈ ഹേമറ്റൈറ്റുമായിട്ട് ഈ നിരോക്സീകാരി എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നു? ഇരുമ്പ് കിട്ടുന്നു. ഏറ്റവും പ്രധാനമായ ഈ രണ്ട് സമവാക്യങ്ങൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. റെഡി? ഇനി ഇതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. ആൻസർ ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം ഒന്ന് നോക്കി വെക്കുക. നോക്കിയോളി, ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കേണ്ടത്, വിച്ച് ആർ ദ ഓർസ് ഓഫ് അയൺ? ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിരുകൾ ഏതെല്ലാം? നമ്മൾ പറഞ്ഞതാണ്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞതാണ്? ഏതൊക്കെയാണ്? ഒന്ന് ഹേമറ്റൈറ്റും ഒന്ന് മാഗ്നറ്റൈറ്റും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഈ അയിരുകളെ സാന്ദ്രീകരിക്കാൻ അഥവാ കോൺസെൻട്രേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന മാർഗ്ഗം ഏത്? അതും നമ്മൾ പറഞ്ഞു. നമ്മൾ 3 മാർഗ്ഗങ്ങൾ പ്രധാനമായി ഉപയോഗിക്കാറുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ നോക്കിയിട്ട് എഴുതിയിരിക്കണം. നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യന്, ഹേമറ്റൈറ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഗ്യാങ് ആരാണ് എന്ന ചോദ്യം നമ്മളിവിടെ പറഞ്ഞതാ. ഹേമറ്റൈറ്റിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഗ്യാങ് സിലിക്ക അഥവാ SiO2 ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, നാലാമത്തെ ചോദ്യം, ബ്ലാസ്റ്റ് ഫർണസിലേക്ക് നിക്ഷേപിക്കുന്ന റോ മെറ്റീരിയൽ അഥവാ ഫെഡ് ചെയ്യുന്ന റോ മെറ്റീരിയൽ ഏതൊക്കെയാണ്? അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ്? അതിവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതാ ഈ 3 ആളുകൾ. സാന്ദ്രീകരിച്ച അയിര് അഥവാ ഹേമറ്റൈറ്റ്, ചുണ്ണാമ്പ് കല്ല് ലൈം സ്റ്റോൺ, പിന്നെ ആരാണ്? കോക്ക്. ഇതിനൊരുമിച്ച് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയണം? ചാർജ് എന്ന് പറയണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയാൽ ബ്ലാസ്റ്റ് ഫർണസിൽ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് ഏതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ബ്ലാസ്റ്റ് ഫർണസിൽ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? CaO. ഏതാണ്? CaO എന്ന് പറയുന്നതാണ്. ഓക്കെ, ദെൻ ഫ്ലെക്സിൻ്റെ ധർമ്മം എന്താ? ഫ്ലെക്സിൻ്റെ ധർമ്മം നമ്മൾ പറഞ്ഞു എന്താണ്? ഗ്യാങ്ങിനെ നീക്കം ചെയ്യുക. അതാണ് ഫ്ലെക്സിൻ്റെ ധർമ്മം. അതും പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത് നോക്കി, ബ്ലാസ്റ്റ് ഫർണസിൽ ഫ്ലെക്സ് ഉണ്ടാകുന്നതിൻ്റെ സമവാക്യം പറഞ്ഞതാണല്ലോ. ബ്ലാസ്റ്റ് ഫർണസിൽ ഫ്ലെക്സ് എന്തെന്നാ ഫ്ലെക്സ് ഉണ്ടാവുക? ഫ്ലെക്സ് ഉണ്ടാവുന്നത് CaCO3 വിഘടിച്ചിട്ട് CaOയും CO2. ഇതാണ് ഫ്ലക്സ്. അതാണ് ഇക്വേഷൻ. ഓക്കെ, സ്ലാഗ് രൂപീകരണത്തിൻ്റെ സമവാക്യം. സ്ലാഗ് ഉണ്ടാവണമെങ്കിൽ ആദ്യം ഗ്യാങ്ങും ഫ്ലക്സും വേണം. ഫ്ലക്സ് ആരാ? CaO. ഗ്യാങ് ആരാ? SiO2. അത് റിയാക്ട് ചെയ്തിട്ട് CaSiO3 ഉണ്ടാവും. അതാണ് സ്ലാഗ് രൂപീകരണത്തിൻ്റെ സമവാക്യം. ഓക്കെ, ഇരുമ്പിൻ്റെ നിർമ്മാണത്തിലെ നിരോക്സീകാരി, ഒരു സംശയമില്ല, ഒരു മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇരുമ്പിൻ്റെ നിർമ്മാണത്തിലെ നിരോക്സീകാരി ആര്? ഇരുമ്പിൻ്റെ നിർമ്മാണത്തിലെ നിരോക്സീകാരി ആരാണ്? കാർബൺ മോണോക്സൈഡ്. ആരാണ്? കാർബൺ
കാർബൺ മോണോക്സൈഡ് CO. അതാണ് ഇരുമ്പിൻ്റെ നിർമ്മാണത്തിലെ നിരോക്സികാരി. നോക്കി, കോക്കിൽ നിന്നും കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നതിൻ്റെ സമവാക്യവും നമ്മൾ പറഞ്ഞു. നോക്കി, കോക്കിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവണമെങ്കിൽ ആദ്യം കാർബൺ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കാർബണുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. ഓക്കെ, ഇനി നോക്കി, ഹാമറ്റേറ്റിനെ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് നിരോക്സീകരിക്കുന്ന സമവാക്യം നമ്മൾ പറഞ്ഞു. ഹാമറ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? Fe2O3. അത് കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് Fe കിട്ടും. അതിൻ്റെ കൂടെ 3 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്ന റിയാക്ഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ആർ ദ യൂസസ് ഓഫ് സ്ലാഗ്? സ്ലാഗ് എന്തിനൊക്കെയാണ് എന്തൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കും? റോഡ് നിർമ്മാണത്തിൽ ഉപയോഗിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിമെൻറ്റ് നിർമ്മാണത്തിന്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ലഭിക്കുന്ന ഇരുമ്പിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, അത് ഞാൻ അവിടെ പറഞ്ഞിട്ടില്ല, ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ടൊരു 3 പേരുകളും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കി, ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും കിട്ടുന്ന ഇരുമ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിഗ് അയൺ അഥവാ കാരിരുമ്പ് എന്ന് പറയും. ഇത് അവിടെ ഉണ്ട് കേട്ടോ, കാരിരുമ്പ് എന്ന് പറയും. കാരിരുമ്പ് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇരുമ്പ്, ആ ഇരുമ്പിനെ പറയുന്ന പേരാണെന്ത്? കാരിരുമ്പ് അഥവാ പിഗ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്തുകയാണ്, ശ്രദ്ധിച്ചോളി. ഇവിടെ എന്താണ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശ്രദ്ധിച്ചോളിട്ടോ. കാരിരുമ്പ്, വാർപ്പിരുമ്പ്, പച്ചിരുമ്പ് ഏതൊക്കെയാണ്? പിഗ് അയണ്, കാസ്റ്റ് അയണ്, റോട്ട് അയണ്. ഇത് 3ഉം തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് പഠിച്ചു വെക്കാം. നോക്കിയോളി, മോൾട്ടൺ അയൺ ഒബ്റ്റൈൻഡ് ഫ്രം ബ്ലാസ്റ്റ് ഫർണസ്. നമുക്ക് ഉരുകിയ ഒരു ഇരുമ്പ് നോക്കി ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നേരെ കിട്ടും. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൽ 4% കാർബൺ ഉണ്ടാവും. കാർബൺ മാത്രമല്ല, അതിൽ ചെറിയ തോതിൽ മാംഗനീസ്, അതുപോലെ സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, അങ്ങനെ കുറച്ച് ഇമ്പ്യൂരിറ്റിയൊക്കെ അതിലുണ്ടാവും. സോ ആ ഇരുമ്പിനെ എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും കറക്റ്റ് നേരെ നമുക്ക് കിട്ടുന്ന ഇരുമ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കാരിരുമ്പ് അഥവാ പിഗ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അപ്പോൾ കാസ്റ്റ് അയൺ? ഓക്കെ, കാസ്റ്റ് അയൺ അഥവാ വാർപ്പിരുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ചോളി, ഇവിടെ നോക്കാം. ദ പെർസെൻറ്റേജ് ഓഫ് ഇമ്പ്യൂരിറ്റി ഈസ് റെഡ്യൂസ്ഡ്. നോക്കാം, ഇമ്പ്യൂരിറ്റിയുടെ അളവ് കുറച്ച് കുറഞ്ഞു. ഓക്കെ, ഇമ്പ്യൂരിറ്റിയുടെ അളവ് കുറച്ചിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യുക? ഇറ്റ് ക്യാൻ ബി കാസ്റ്റ് ആസ് ഡിസയേർഡ്. ഓക്കെ, നമുക്ക് വേണ്ട ഇഷ്ടമുള്ള രീതിയിൽ അതിനെ വാർത്തെടുക്കാൻ കഴിയും. നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന ഈ പിഗ് അയണിനെ നല്ല ഇമ്പ്യൂരിറ്റി ഉണ്ട്, അതിലെ ഇമ്പ്യൂരിറ്റിയൊക്കെ ഒന്ന് കുറച്ചിട്ട് നമുക്ക് വേണ്ട രൂപത്തിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ആ ഇരുമ്പിനെ പറയുന്ന പേരാണ് എന്ത്? കാസ്റ്റ് അയണ് അഥവാ വാർപ്പിരുമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കി, റോട്ട് അയൺ. എന്താണ് ഈ റോട്ട് അയൺ എന്ന് പറഞ്ഞാൽ? നോക്കി, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചോട്ടോ. താരതമ്യേന പ്യൂരിറ്റി കൂടിയ ശുദ്ധമായ ഇരുമ്പിനാണ് നമ്മൾ റോട്ട് അയൺ എന്ന് പറയുക, അഥവാ പച്ചിരുമ്പ് എന്ന് പറയാം. 4% ഉണ്ടായതിനെ കാർബൺ കുറച്ച് നോക്കി 0.02 to 0.05% ആക്കി കുറച്ചു. പിന്നെ കുറച്ച് മാംഗനീസ്, സൾഫർ, അതുപോലെ ഫോസ്ഫറസ്, സിലിക്കണൊക്കെ അതിലുണ്ടാവും. പക്ഷേ ഈ പറഞ്ഞ 3 എണ്ണത്തിൽ ഏറ്റവും ശുദ്ധമായ ഇരുമ്പാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്നത് പിഗ് അയൺ, കായിരുമ്പ്. പിന്നെ നമ്മൾ അതിനെ കാസ്റ്റ് അയണാക്കി. ഓക്കെ, പിന്നെ അതിനെന്താക്കി? റോട്ട് അയണാക്കി അഥവാ പച്ചിരുമ്പാക്കി മാറ്റും. അപ്പോൾ ഇത് 3ഉം പഠിച്ചു വെക്കണം. ഒന്ന് പിഗ് അയൺ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ കാസ്റ്റ് അയൺ എന്താണെന്നുള്ളത്, അതുപോലെ തന്നെ എന്താണ് റോട്ട് അയൺ എന്നുള്ളത് അഥവാ പച്ചിരുമ്പ് എന്താണെന്നുള്ളതും പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നിർബന്ധമായിട്ടും ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മളോട് ചോദിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് പഠിച്ചു വെക്കാവുന്നതേ ഉള്ളൂ. ഈ ഇക്വേഷനുകളൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കുക. ഇനി ഈ ചാപ്റ്ററിൽ നമുക്ക് ഇതേപോലെ മറ്റു 3 ലോഹങ്ങളുടെ നിർമ്മാണങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ സിങ്കിൻ്റെ നിർമ്മാണം, കോപ്പറിൻ്റെ നിർമ്മാണം, അലൂമിനിയത്തിൻ്റെ നിർമ്മാണം, ഈ 3 ആളുകളുടെ നിർമ്മാണം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അടുത്ത വീഡിയോ നിർബന്ധമായി കണ്ടിരിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മുടെ യൂണിറ്റ് ഐ ലേണിംഗ് എന്ന് പറയുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ അത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിലും കമൻറ്റുകൾ അറിയിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് മറ്റൊരു വീഡിയോയിൽ നിർബന്ധമായിട്ടും കാണാം. താങ്ക് യു.